എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ടൊമാറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ചെറിയൊരു വ്യത്യാസത്തിലാണ് ഈ ടൊമാറ്റോ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം, ചപ്പാത്തി, ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു റോസ്റ്റാണിത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒപ്പം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചോറിനൊക്കെ ഒരു കറി തട്ടിക്കൂട്ടണമെന്ന് തോന്നിയാൽ ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഈ റോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് പഴുത്ത് പോകാത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ കാണിച്ചിരിക്കുന്നത് പോലെ ചെറിയ പഴുപ്പുള്ള തക്കാളി. ഇനി ഇത് തീരെ ചെറുതായിട്ട് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിത്തുടങ്ങുമ്പം ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സവാള എടുത്താലും മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് സവാളയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം ചെറിയ ഉള്ളി തന്നെയായിട്ട് വെച്ചാലും കറിക്ക് നല്ല ടേസ്റ്റാണ്. അത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചെറുതായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഈ സവോളയും ചെറിയുള്ളിയും ചെറുതായിട്ടൊന്ന് വഴന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 3 എണ്ണം വരെയൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു പച്ചമുളകാണ്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഒന്നും ഇരിപ്പില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സവോളയും ചെറിയുള്ളിലേക്ക് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആക്കണം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല. പകരം ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഈ സാമ്പാർ പൊടി ചേർത്തിട്ട് തയ്യാറാക്കുന്ന തക്കാളി റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ സാമ്പാർ പൊടി ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മളിനി ഒരല്പം പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം വാളംപുളി എടുത്തിട്ട്, വളരെ ചെറിയ കഷ്ണം മതി കേട്ടോ. എന്നിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം പുളി കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തക്കാളിക്ക് ചെറിയൊരു പുളി ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇത് നമ്മൾ ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ പോകും. അപ്പം വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളം മതിയാകും മുളക് പൊടി മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പം ഉപ്പും പുളിയും എരിവും ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചേർത്തിട്ടില്ല. മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് അതിലെ ആ വെള്ളമൊക്കെ പറ്റി ഒരു റോസ്റ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടിച്ചത് ഇല്ലെങ്കിൽ പകരം നമ്മൾ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് ഉലുവ എന്ന് ചേർത്ത് മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഉലുവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം ശർക്കര ചീയതാണ്. നമ്മുടെ ഈ ടൊമാറ്റോ റോസ്റ്റിൻ്റെ എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത് സഹായിക്കും. അപ്പോൾ സാമ്പാർ പൊടി, ശർക്കര, ഉലുവ ഇത് 3മാണ് ശരിക്കും ഈ ടൊമാറ്റോ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.
1 മിനിറ്റും കൂടെ ഒന്ന് തുറന്ന് വെച്ച് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഈ ലൈറ്റിൽ കാണുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഡാർക്കായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന കളറാണ് നമ്മുടെ ടൊമാറ്റോ റോസ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള കളറ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഒപ്പം വളരെ ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാലേ ഉള്ളൂ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.